ഹായ് ഫ്രണ്ട്സ്, ബാസിത് അലി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള ഒരു പോർഷനാണ്. കഴിഞ്ഞ വീഡിയോൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷനാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പ്ലാനിൻ്റെ സെൻട്രൽ ലെങ്ത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൻട്രൽ ലെങ്ത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ഫൗണ്ടേഷൻ ട്രഞ്ച് കയറേണ്ടി വരും. അപ്പോൾ ഫൗണ്ടേഷൻ ട്രഞ്ച് എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സോയിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം എന്താണ് ഈ ഫിഗറിൽ സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രയും ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫൗണ്ടേഷൻ ട്രഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടെ ഈ കാണിച്ചിട്ടുള്ള PCC, അതുപോലെ ഫൗണ്ടേഷൻ്റെ ഈ ഫസ്റ്റ് ഫൂട്ടിങ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണത് ഗ്രൗണ്ട് ലെവലിൽ താഴേക്കാണ് പോകുന്നത്. സോ അത്രയും ഡെപ്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൗണ്ടേഷൻ ട്രഞ്ച് കുഴിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. അത് കാണുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി ക്വാണ്ടിറ്റി, എന്താണ് ആക്ച്വലി വോളിയം എന്നുള്ളത് നമുക്കൊരു സിമ്പിൾ കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എല്ലാ കേസുകളിലും നമ്മൾ ഒരുപോലെ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഈ ഫിഗറിൽ നിന്ന് ഞാനൊരു 3 സെക്ഷൻസ് എടുക്കാൻ പോകണം, അല്ലെങ്കിൽ 3 പോർഷൻസ് എടുത്തിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്നുള്ളത്. സോ ഇതൊരു പോർഷൻ എടുക്കുകയാണ് ഞാൻ. അതിനെ ഞാൻ പോർഷൻ 1 എന്ന് വിളിക്കാൻ പോവാണ്. പോർഷൻ 1. ഇത് പോർഷൻ 2, ഇത് പോർഷൻ 3. എന്താണിത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ജസ്റ്റ് ഒരു വാളായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ 3 പോർഷൻസിൽ ഒരു വാളുകൾ മാത്രം എടുത്ത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്? ഒരു സ്ട്രെയിറ്റ് വാളാണ് ഇവിടെ വരുന്നത്, അല്ലേ? പക്ഷേ ഈ കേസിലോ, സെക്കൻഡ് കേസിൽ എന്താണ് വരുന്നത്? ഒരു L ഷേപ്പിലെ വാളാണ് അവിടെ വരുന്നത്, അല്ലേ? വിച്ച് മീൻസ് ഈ ഡയറക്ഷനിൽ ഒരു വാൾ വരുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ മറ്റൊരു വാൾ വന്നിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് അത് ജോയിൻ ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം തേർഡ് കേസിൽ എന്താ വരുന്നത്? ഇതിലെങ്ങനെ ഒരു വാൾ പോകുന്നുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ട്? മറ്റൊരു വാൾ വന്നിട്ട് ഈ പോയിന്റിൽ വെച്ച് ജോയിൻ ചെയ്യുകയാണ്. വിച്ച് മീൻസ് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? അവിടെ ഒരു T ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ 3 കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഞാനിത് 3 എൻലാർജ് ചെയ്ത് ഇവിടെ വരക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 3 പോർഷൻസ് ഇവിടെ എൻലാർജ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഈ പോർഷൻ നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഒരു സിംപ്ലി നമ്മളൊരു വാളിൻ്റെ ക്വാണ്ടിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? ഞാനിവിടെ ഒരു 3D ഫിഗർ വരക്കാൻ പോവാണ്. എന്താണ് ഈ പോർഷൻ്റെ ഒരു 3D ഫിഗറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് ഒരു പോർഷൻ ഓഫ് വാള്, ഇവിടുന്ന് വരുന്ന ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഓഫ് വാളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ആ വാളിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ, ആ വാളിന് 4 മീറ്റർ ലെങ്ത് ഉണ്ട് നമുക്ക്, അതുപോലെ ഒരു 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു 0.5 മീറ്റേഴ്സ് എന്തുണ്ട്? വിഡ്ത്ത് ഉണ്ട്. വിച്ച് മീൻസ് ലെങ്ത്ത് 4 മീറ്റർ, ഹൈറ്റ് 3 മീറ്റർ, ബ്രെഡ്ത്ത് 0.5 മീറ്റേഴ്സ് ഉണ്ട്. സോ ഇതിൻ്റെ വോളിയം കാണണം നമ്മൾ എന്താ ചെയ്യുക? വോളിയം മീൻസ് ക്വാണ്ടിറ്റി കാണണമെന്നുണ്ടെങ്കിൽ, ഈ വാളിൻ്റെ ക്വാണ്ടിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമ്മൾ സാധാരണ ചെയ്യും, അല്ലേ? അത് തന്നെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ 4 ഇൻറ്റു 3 ഇൻറ്റു 0.5 മീറ്റേഴ്സ് ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു 3 6 മീറ്റേഴ്സ് ക്യൂബ് എന്ന് കിട്ടി നമുക്ക്. ഈ വാളിൻ്റെ വോളിയം എന്താണ്? 6 മീറ്റർ ക്യൂബ്സ് എന്നാണ് ഇതിൻ്റെ വോളിയം. അപ്പോൾ എന്താണ്? ഒരു സ്ട്രൈറ്റ് വാളിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആക്ച്വലി ക്വാണ്ടിറ്റി കാണണമെന്നുണ്ടെങ്കിൽ സിംപ്ലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സോ ഈ കേസ് ഈസ് സിംപ്ലി സേഫ്. ഈ കേസിൽ നമ്മൾ ലെങ്ത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻട്രൽ ലെങ്ത്താണ് നമ്മൾ എടുക്കുക കാൽക്കുലേഷൻ നടത്തണം വേണ്ടിയിട്ട്, അല്ലേ? വിഡ്ത്ത് എന്ന് പറയുന്നത് 0.2 മീറ്റേഴ്സ്. ഏത് എലമെൻ്റ് ആണോ കാണുന്നത് ആ എലമെൻറ്റിൻ്റെ വിഡ്ത്ത്. ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം, ഏത് എലമെൻ്റ് ആണോ കാണുന്നത് ആ എലമെൻറ്റിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ ഈ PCC ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? 0.2 മീറ്റർ കൊടുക്കേണ്ടി വരും. ഈ ബ്രിക്ക് വർക്കിൻ്റെ ഇത്രയും വോളിയാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 2 മീറ്റർ എന്നതിൽ ഹൈറ്റ് കൊടുക്കേണ്ടി വരും. സോ സിംപ്ലി ഒരു സ്ട്രെയിറ്റ് വാളാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി. സോ ദിസ് കേസ് ഈസ് സേഫ്. ഇനി ഈ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യാം. പറ്റുമോ നമുക്ക് നോക്കാം. ലെങ്ത്ത് നമ്മൾ എങ്ങനെ എടുക്കുക? സെൻട്രൽ ലെങ്ത്താണ് എന്ത് ചെയ്യുക? ലെങ്ത്തായിട്ട് നമ്മൾ എടുക്കാൻ പോവുക ഈ കേസിൽ. അപ്പോൾ അതാണല്ലോ അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ. സോ
അപ്പോൾ നമ്മളിതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആദ്യം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്താണ് ആക്ച്വലി ആൻസർ കിട്ടുക? അപ്പോൾ ആദ്യം നമ്മൾ ഈ വാളിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്ത്, ഇത് മുതൽ ഇതുവരെ ഉള്ള ലെങ്ത്ത് ഇൻറ്റു അതിൻ്റെ ബ്രെഡ്ത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പോർഷൻസ് ഏതൊക്കെയാണ് വരിക? എത്ര പോർഷൻസ് അവിടെ ഓൾറെഡി കവേർഡായി വരും? ഇത്രയും പോർഷൻസ് അല്ലേ? ഇത്രയും പോർഷൻസ് എന്തായി? ഓൾറെഡി അവിടെ കവേർഡായി. ഈ ലെങ്ത് ഇൻറ്റു ഈ ബ്രെഡ്ത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഈ വാൾ വെച്ച് നോക്കുക. നമുക്ക് ഈ വാൾ വെച്ച് നോക്കുമ്പോൾ എന്താ നമ്മൾ ലെങ്ത് എടുക്കുക? ഇത് മുതൽ അല്ലേ? ഇത് മുതലല്ല എടുക്കുക, ഇത് മുതൽ ഇതുവരെയാണ് ഈ വാളിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് മുതൽ ഈ അറ്റം വരെയാണ് എന്ത് ചെയ്യുക? അടുത്ത വാളിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് അല്ല? അങ്ങനെയല്ല നമ്മൾ സെൻട്രൽ ലെങ്ത് കണ്ടിട്ടുള്ളത്. സോ ആ വാല്യൂ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഇത് മുതൽ എടുക്കണമല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലി. സോ എന്ത് വരും? എത്ര പോർഷൻസ് വരും ഇതിൽ? ഇത് മുതൽ ഈ ലെങ്ത് ഇൻറ്റു ഈ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇത്രയും പോർഷൻസ് കവേർഡ് ആവും ഇതിൽ അല്ലേ? അപ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്തപ്പോൾ തന്നെ എത്ര പോർഷൻ വന്നു? ഇത്രയും പോർഷൻസ് ഏരിയ അതിൽ കവേർഡായി കഴിഞ്ഞു. ഇനി ഹൈറ്റും പാടെ ചെയ്താൽ അതിൻ്റെ വോളിയം കിട്ടിക്കഴിഞ്ഞു നമുക്ക്. പക്ഷേ ഇതിലിങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ എടുത്താൽ എന്താ സംഭവിച്ചപ്പോൾ ഇവിടെ ആക്ച്വലി ഈ പോർഷന് കണ്ടോ? ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷന് എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം എടുത്തു നമ്മൾ. കാരണം എന്താണ്? ഈ എൽ ഷേപ്പിലൊരു വാളിൻ്റെ ഈ ഡയറക്ഷനിൽ എടുത്തപ്പോഴും ഈ പോർഷൻ വന്നു. അറ്റ് ദി സെയിം ടൈം ഈ ഡയറക്ഷനിൽ നമ്മൾ വാളിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വന്നു? ഈ പോർഷൻ വന്നു. സോ ഈ പോർഷന് 2 പ്രാവശ്യം അതിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എക്സസ് അല്ല, ആക്ച്വലി എക്സസ് ആണ്. അറ്റ് ദി സെയിം ടൈം ഈ പോർഷൻ നോക്ക്, ഈ വാൾ കൺസിഡർ ചെയ്തപ്പോഴും ഈ പോർഷനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, ഈ വാൾ കൺസിഡർ ചെയ്തപ്പോഴും ഈ പോർഷനിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് മെറ്റീരിയൽസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അവിടെ. ഫോർ എക്സാമ്പിൾ കോൺക്രീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 പ്രാവശ്യം കോൺക്രീറ്റിംഗ് ചെയ്തു, ഇവിടെ ഒറ്റ പ്രാവശ്യം കോൺക്രീറ്റിംഗ് ചെയ്തിട്ടില്ല എന്ന് മീൻ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ചെയ്താൽ ഇവിടെ ചെയ്ത പോലെ നമുക്ക് സിമ്പിളി വോളിയം കിട്ടും. നമുക്ക് മിസ്റ്റേക്ക് ഇല്ലാത്ത വോളിയം കിട്ടുമോ? കിട്ടും. കാരണം എന്താണ്? ഇവിടെ 2 പ്രാവശ്യം ഈ 2 റെക്റ്റാങ്കിൾ എന്താണ്? സിമിലർ റെക്റ്റാങ്കിൾ ആണ്, സെയിം ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് ഇത് രണ്ടും വരുന്നത്. സോ എന്ത് വന്നു? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 പ്രാവശ്യം വന്നു, ഇവിടെ ഒറ്റ പ്രാവശ്യം വന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് വരും? ന്യൂട്രലൈസ് ചെയ്ത് പോകും. സോ ഈ കേസിൽ നമുക്ക് എന്ത് വന്നു? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ചെയ്താൽ എന്ത് കിട്ടി? കറക്റ്റ് ആൻസർ കിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തത്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡത്താണ് ഇൻറ്റു ഹൈറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ വാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലെങ്ത്ത് ഇൻറ്റു ഈ വിഡ്ത്ത്. അപ്പോൾ ഈ വാൾ ഓക്കെ. ഇനി ഈ വാളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത്ത് ഇൻറ്റു ഈ വിഡ്ത്ത്. അപ്പോൾ ഈ പോർഷനും വാളും ഓക്കെ. സോ ഇവിടെ 2 പ്രാവശ്യം വന്നു, ഇവിടെ ഒറ്റ പ്രാവശ്യം വന്നിട്ടില്ല എന്നുള്ളത് എന്ത് വരും? ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ ദിസ് കേസ് ഇസ് ആൾസോ സേഫ്. ഇനി അടുത്തത് ഈ കേസ് എടുത്ത് നോക്കാം നമ്മൾ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഇത്രയും ഏരിയകൾ കിട്ടും. പിന്നെ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് എത്രയാണോ ഹൈറ്റ് എന്നുള്ള ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കിട്ടും നമുക്ക്. സോ ഈ കേസിൽ ഞാൻ സെൻട്രൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ സെൻറ്ററിൽ കൂടി ഇത് പാസ് ചെയ്ത് പോയ ലൈന്, ആ ലൈൻ നമുക്കിവിടെ ഇവിടെ വന്ന ലൈന് ഈ ജോയിൻറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? മീറ്റ് ചെയ്യാണ്. സോ സെൻട്രൽ ലൈൻ ഓക്കെ ആയി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ വാൾ ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇത്രയും ലെങ്ത്ത് ഇൻറ്റു ഈ വിഡ്ത്തിൽ ഞാൻ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്ര വരും? ഇത്രയും പോർഷനിൽ മെറ്റീരിയൽസ് വരും അല്ലേ? ഈ ബ്ലാക്ക് കാണിച്ചിട്ടുള്ള ലെങ്ത്തിൻ്റെ വിഡ്ത്ത് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത്രയും പോർഷൻസ് അതിൽ കവേർഡായി വരും. സെൻട്രൽ ലെങ്ത്ത് ഏതാണ്? ഇത്രയും ലെങ്ത്ത് ഈ ലെങ്ത്ത് ഇൻറ്റു ഈ വിഡ്ത്ത്. അങ്ങനെയല്ല നമ്മൾ ഓരോ വാളിലും ചെയ്യല്, ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ഈ വാൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര വരും? ഇത്രയും പോർഷൻസ് ആ വാൾ കൺസിഡർ ചെയ്യുമ്പോഴും കവേർഡായി വന്നു, മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ ഈ കേസിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് നോക്ക്. ഇവിടെ കണ്ടോ? ഈ പോർഷനിൽ എന്ത് സംഭവിച്ചു? ഈ കേസിൽ പറഞ്ഞ പോലെ ഇവിടെ 2 പ്രാവശ്യം മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തു നമ്മൾ പറഞ്ഞല്ലോ. ആ സെയിം പ്രശ്നം എന്ത് വന്നു? ഇവിടെയും വന്നു അല്ലേ? പക്ഷേ ഇവിടെ എന്ത് വന്നു? ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പോകാൻ ഇവിടെ ഒരു സിമിലർ റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇവിടെ സിമിലർ റെക്റ്റാങ്കിൾസ് ഉണ്ടോ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്? ഇല്ല. സോ അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്? ഇവിടെ ശരിക്കും മെറ്റീരിയൽസ് എന്താണ്? എക്സസ് ആണ്. ഇവിടെ നമ്മളപ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താക്കാരം? റോങ് ആക്കാരം. കാരണം എന്താണ്? ഇവിടെ എക്സസ് ആയിങ്ങാണ്ട് കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ടി ജംഗ്ഷനിലും നമ്മൾ മെറ്റീരിയൽ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? നമുക്ക് കിട്ടുന്ന ആൻസർ എന്താക്കാരം? എക്സസ് ആൻസർ ആക്കാരം. ആക്ച്വലി ശരിക്കും ഒരു 3 മീറ്റർ ക്യൂബ്സ് ഓഫ് മെറ്റീരിയൽസ് മതി നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും?
3-നേക്കാട്ടിലും കൂടുതലില്ല ഒരു ആൻസറാണ് എന്ത് കിട്ടുക നമുക്ക് ഇവിടെ ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. വിച്ച് മീൻസ് മെറ്റീരിയൽ ഈസ് എക്സസ്. സോ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഒരു വാല്യൂ നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. ആക്ച്വലി ഇങ്ങനെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും. സോ അത് എത്രത്തോളം മൈനസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ടോട്ടൽ വിഡ്ത്ത് എത്രയാണ് വരുന്നത്. വിച്ച് മീൻസ് വാളിൻ്റെ ഫുൾ ലെങ്ത് ആണ് വരുന്നത്. വിച്ച് മീൻസ് ബി. ബ്രെഡ്ത്തല്ല വരുന്നത്, ബ്രെഡ്ത്താണ് വരുന്നത്. ഏത് എലമെൻറ്റാണ് എടുക്കുന്നത് അതിൻ്റെ ബ്രെഡ്ത്താണ് വരുന്നത്. സോ ബി എന്ന് വന്നു. പക്ഷേ ഇവിടെ എത്ര എക്സസ് വന്നിട്ടുള്ളത്? നമുക്ക് എത്ര ലെങ്ത്തോളമാണ് ഇവിടെ എക്സസ് വന്നിട്ടുള്ളത്? ഒരു ടി ജംഗ്ഷനിൽ ഒരു ടി ജംഗ്ഷൻ വരുമ്പോൾ അവിടെ എത്രത്തോളം എലമെൻ്റാണ് അല്ലെങ്കിൽ ലെങ്ത്താണ് എക്സസ് ആയി വന്നിട്ടുള്ളത്? ഈ ബീൻ്റെ പകുതി. വിച്ച് മീൻസ് B/2. B/2 ലെങ്ത്താണ് എന്തോ വന്നിട്ടുള്ളത്? എക്സസ് ആയി വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ ആ ലെങ്ത്തിന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? ഒരു ടി ജംഗ്ഷൻ വരുമ്പോൾ അവിടെ എന്ത് മൈനസ് ചെയ്താൽ മതി? B/2 പോർഷൻസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? ആക്ച്വലി എന്താണ്, ഈ ലെങ്ത്ത് നമ്മളെടുത്തു, ഇവിടെ ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്തു, ഈ ലെങ്ത്ത് എടുത്തു, ഇവിടെ ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്തപ്പോൾ ഇത്രയും പോർഷനിൽ എന്ത് വന്നു? നമുക്ക് മെറ്റീരിയൽസ് എക്സസ് വന്നു. 2 പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടി വന്നു. സോ അതൊരു എക്സസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അത് എത്ര ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഈ ലെങ്ത്ത് ഇവിടെ ഈ ലെങ്ത്ത് എടുക്കുന്നതുകൊണ്ടല്ല പ്രശ്നം. നമുക്ക് സെൻട്രൽ ലെങ്ത്ത് എടുക്കുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ മെറ്റീരിയൽ സക്സസ് വരുന്നത്. സോ സെൻട്രൽ ലെങ്ത്തിൽ നിന്ന് ഒരു വാല്യൂ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കാണുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് എത്ര എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എത്രയാണ്? B/2. എങ്ങനെയാണ് B/2 വന്നത്? ടോട്ടൽ വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് B ആണ്, അതിൻ്റെ ഹാഫ് പോർഷൻ. സോ എന്ത് വന്നു? നമുക്കിവിടെ B/2 എന്നുള്ള വാല്യൂ വന്നു. കണ്ടോ? ഇത്രയും പോർഷൻസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. ഏതിന്ന്? ഈ ലെങ്ത്തിൽ നിന്ന് B/2 പോർഷൻസ് മൈനസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. വിച്ച് മീൻസ് എക്സാക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൽ പറയാനുള്ളത്? നമ്മളിപ്പോൾ 3 ജംഗ്ഷൻസ് പഠിച്ചു. 3 പോർഷൻസ് പഠിച്ചു. ഫസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന പോർഷൻസ്, പിന്നെ L ഷേപ്പിൽ വരുന്നത്, പിന്നെ T ഷേപ്പിൽ വരുന്നത്. സോ സ്ട്രൈറ്റ് പോർഷനിലും L ഷേപ്പിൽ വരുന്ന പോർഷൻസിലും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത്ത് ഏതാണ് നമ്മൾ എടുക്കുക? സെൻട്രൽ ലൈൻ ലെങ്ത്ത് എടുക്കും നമ്മൾ. പക്ഷേ T ജംഗ്ഷൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് ലെങ്ത്ത് നമ്മൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എടുക്കാൻ പാടില്ല എന്ന് അർത്ഥം. കാരണം എന്താണ്? ഇതുപോലെയുള്ള പോർഷൻസ് വരുന്നതോടെ എക്സസ് വരുന്നതുകൊണ്ട് നമ്മൾ അത്ര പോർഷൻസ് എടുക്കരുത്. എന്തോ ഒരു പോർഷൻസ് അതിന് മൈനസ് ചെയ്യണം. ആ എന്തോ ഒരു പോർഷനാണ് എന്തെന്ന് പറഞ്ഞാൽ B/2 എന്ന് പറയുന്നത്. ഇത്രയും ലെങ്ത്ത് മൈനസ് ചെയ്യണം നമ്മൾ. അപ്പോൾ എന്ത് വരും? സെൻട്രൽ ലെങ്ത്തിൽ നിന്ന് ഒരു പോർഷൻ മൈനസ് ചെയ്തു, എന്നിട്ട് ആ ലെങ്ത്ത് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്രെഡ്ത്തും ഹൈറ്റും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും നമുക്ക്. ഇനി നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാക്റ്റ് ഫോർമാറ്റ് ഉണ്ട്, ഒരു ടാബുലർ കോളം ഉണ്ട്. ആ ടാബുലർ കോളം വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോർമാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. സോ ഈ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഈ ടേബിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ വരുന്നത് SI നമ്പർ, പിന്നെ ഡിസ്ക്രിപ്ഷൻ, എന്താണോ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെത്. ഫോർ എക്സാമ്പിൾ എർത്ത് എക്സ്കവേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം മീറ്റർ ക്യൂബ് ഓഫ് ബ്രിക്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം മീറ്റർ ക്യൂബ്സ് ഓഫ് കോൺക്രീറ്റ് വേണം PCC ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം മീറ്റർ ക്യൂബ് ഓഫ് RCC വേണം ലിൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ ഡിസ്ക്രിപ്ഷൻ. എന്താണോ കാണേണ്ടത് അതാണ് എന്ത് ചെയ്യേണ്ടത്? ഈ കോളത്തിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരേ ഡയമെൻഷനിൽ 2 റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂമിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. 2 റൂം ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റൂംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് എത്ര ഉണ്ടോ ആ നമ്പർ ഇവിടെ എഴുതി കൊടുക്കുക. എത്ര ഒറ്റൊന്ന് കണ്ടിട്ട് ഇൻറ്റു ഈ നമ്പേഴ്സ് വെച്ച് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം നമുക്ക്. പിന്നെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്ത്
ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡത്തിൻ്റെ ഹൈറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. വോളി ആണെന്നുണ്ടെങ്കിൽ ഈ മീറ്റർ സ്ക്വയറിൽ വരുന്ന ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പോൾ ലെങ്ത്ത് ഇവിടെ എഴുതണം, ബ്രെഡത്ത് ഇവിടെ എഴുതണം, ഹൈറ്റ് ഇവിടെ എഴുതണം. ഇതൊക്കെ എന്തിനാണ്? യൂണിറ്റ് എന്താണ് വരുന്നത്? ഇതിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്സിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്ററിലാണ് നമ്മൾ എടുക്കേണ്ടത്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എന്താണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി മീൻസ് വോളിയം ഓർ ഏരിയ ഓർ ലെങ്ത്ത് എന്നൊക്കെ പറയാം നമ്മൾക്ക്. അതെങ്ങനെയാണ് കിട്ടുക? ലെങ്ത്തിൻ്റെ ബ്രെഡത്തിൻ്റെ ഹൈറ്റ് ചെയ്യുമ്പോൾ ഈ 3 കോളങ്ങളിലെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. 3 കോളത്തിൽ വാല്യൂസ് പലപ്പോഴും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഒരു സർഫസിലാണ് പ്ലാസ്റ്റർ ചെയ്യുക, വിച്ച് മീൻസ് അതിൻ്റെ യൂണിറ്റ് വരിക ലെങ്ത്തിൻ്റെ ബ്രെഡത്ത്, മീറ്റർ സ്ക്വയറിലാണ് യൂണിറ്റ് വരിക. സോ അപ്പോൾ അതിൽ ഹൈറ്റ് ഉണ്ടാവില്ല. സോ ലെങ്ത്തിൻ്റെ ബ്രെഡത്ത് മാത്രം ചെയ്തിട്ട് ഇവിടെ ക്വാണ്ടിറ്റി ചെയ്തും. പിന്നെ നമ്മൾ RCCൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ RCC നമ്മൾ യൂസ് ചെയ്തു ലിൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം RCC നമ്മൾ വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ? റൂഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്, സൺഷെയ്ഡിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ RCCൻ്റെ ക്വാണ്ടിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൺഷെയ്ഡ് ചെയ്യണം, പിന്നെ ലിൻറ്റൽ ചെയ്യണം, അതുപോലെ റൂഫ് സർഫസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 3ൻ്റെ വാല്യൂസ് നമുക്കിവിടെ ക്വാണ്ടിറ്റിയിൽ കിട്ടും. ആ ക്വാണ്ടിറ്റി നമ്മൾ സമ്മപ്പ് ചെയ്ത് എഴുതേണ്ട കോളാണ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്വാണ്ടിറ്റി വാല്യൂ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ടോട്ടൽ ആവശ്യമുള്ളത് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആവശ്യമുള്ള ബ്രിക്സ് ഇത്ര, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ആവശ്യമുള്ള RCC ഇത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോളം നോക്കിയാൽ മനസ്സിലാവും. പിന്നെ റിമാർക്കിൽ നമ്മൾ എഴുതേണ്ടത് പല സ്പെസിഫിക്കേഷൻസോ റഫ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കോളായിട്ട് റിമാർക്കിൻ്റെ കോളം പാടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എത്രത്തോളം എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഇത് ഈ പ്ലാനിൽ കാണുന്ന പോലുള്ളൊരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യണം എന്നുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു? ഈ പ്ലാനിൻ്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 49.8 മീറ്റേഴ്സാണ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു T ജംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഈ വാല്യൂസിൽ നിന്ന് കുറച്ച് വാല്യൂസ് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര മൈനസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു T ജംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മൈനസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? B/2 ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർ എന്തിന്? 1 T ജംഗ്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കേസുകളിൽ എത്ര T ജംഗ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഓരോ T ജംഗ്ഷൻസിനും വേണ്ടിയിട്ട് നമ്മൾ B/2 ഡിസ്റ്റൻസ് നമ്മൾ മൈനസ് ചെയ്യണം. എന്തെന്ന് മൈനസ് ചെയ്യണം? ഈ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമ്മൾ മൈനസ് ചെയ്തെടുക്കണം. ഇവിടെ B എന്ന് പറയുന്നത് എന്താണോ നമ്മൾ കാണാൻ പോണത് അതിൻ്റെ B. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എന്താ കാണാൻ പോണത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ അതിൻ്റെ B എത്ര എന്നുണ്ടെങ്കിൽ ആ B ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പോകണം. സോ നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്? അപ്പോൾ ഇതിൽ എത്രത്തോളം T ജംഗ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക്. സോ ഇവിടെ 1 ഇതൊരു T ജംഗ്ഷനാണ്. സോ 2 ഇതൊരു T ജംഗ്ഷൻ, 3 4 5 6 7 8 9 10. കണ്ടോ? ഇത്ര ഉള്ള ലൈൻ ഇല്ലല്ലോ? ഇല്ല. ഇതൊക്കെ എന്താണ്? L ജംഗ്ഷൻസ് ആണ് ഈ 4 കോർണറുള്ളത്. സോ അതൊരു മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാക്റ്റ് ആൻസർ കിട്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ. സോ നമുക്ക് എന്ത് നോക്കണം? ഈ 10 T ജംഗ്ഷൻസ് എന്ത് ചെയ്യണം? നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ 10 T ജംഗ്ഷൻസിന് വേണ്ടി നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഓരോ T ജംഗ്ഷനും വേണ്ടിയിട്ട് B/2 ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം നമ്മൾ. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ആക്ച്വൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എന്നുള്ളത്. ആക്ച്വൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഈ വാല്യൂ ആണ് നമ്മൾ എന്തിനെടുക്കുക? ഇവിടെ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി നമ്മൾ എടുക്കുക കേട്ടോ. സോ ആക്ച്വൽ സെൻട്രൽ ലെങ്ത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് മൈനസ് N ഇൻറ്റു B/2. ക്ലിയർ ആയില്ലേ? ഇവിടെ N എന്താണ്? N സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് T ജംഗ്ഷൻസ്. ഒരു T ജംഗ്ഷന് വേണ്ടിയിട്ട് B/2. സോ N നമ്പർ ഓഫ് T ജംഗ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മൈനസ് ചെയ്യേണ്ടി വരും? N ഇൻറ്റു B/2 മൈനസ് ചെയ്യേണ്ടി വരും അല്ലേ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. N ഇൻറ്റു B/2 എന്ന് കാണിച്ചിട്ടുള്ളത് ഇവിടെ. അതെന്തെന്നാണ് മൈനസ് ചെയ്യേണ്ടത്? ടോട്ടൽ സെൻട്രൽ ലെങ്ത്ത് എന്നുള്ള വാല്യൂ എന്ന്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ദി ഫൗണ്ടേഷൻ, അതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ആക്ച്വൽ സെൻട്രൽ ലെങ്ത്ത് കാണാൻ പോവാണ്. എത്ര ആൻസർ വരിക? 49.8 മീറ്റേഴ്സ്. അതാണ് എന്ത്? ടോട്ടൽ സെൻട്രൽ ലെങ്ത്ത് എന്നുള്ളത്. മൈനസ്
എത്ര ഇനി മൈനസ് ചെയ്യണം? n. നമ്മളോട് n എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? എത്രയാണ്? 10. n മീൻസ് 10 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. n is equal to 10. സോ ഇവിടെ എന്ത് എഴുതി? 10 ഇൻറ്റു b/2. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എടുക്കുമ്പോൾ ഏത് ബി ആണ് എടുക്കേണ്ടത്? ഏത് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ബി എടുക്കണം. ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ദി ഫൗണ്ടേഷൻ. സോ എത്രത്തോളം വിഡ്ത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 മീറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മളെ ബി എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? നമുക്ക് ഇവിടെ ബി എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ഏത് കേസിൽ? ഈ കേസിൽ മാത്രം. സോ നമ്മൾ എന്ത് എഴുതി? b/2 വിച്ച് മീൻസ് 1/2. എത്ര ആൻസർ വരും? 49.8 മൈനസ് 10 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 44.8 മീറ്റേഴ്സ് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത്? ആക്ച്വൽ സെൻട്രൽ ലെങ്ത് എന്നുള്ളത് 49.8 ആയിരുന്നു. പക്ഷേ ഈ ഫിഗറിൽ കുറച്ച് ടി ജംഗ്ഷൻസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് മൈനസ് ചെയ്തു? ഒരു പോർഷന് ആ ലെങ്ത് നിന്ന് മൈനസ് ചെയ്തെടുത്തു. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 44.8 മീറ്റേഴ്സ് എന്നുള്ളത്. ഈ വാല്യൂ എന്താണ്? ലെങ്ത് ആണത്. ഇതിന് നമ്മൾ ബ്രെഡത്തും ഹൈറ്റും വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി കിട്ടും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഈ വാല്യൂ നമ്മൾ എന്തിൽ പോയി എഴുതാൻ പോവാണ്? ലെങ്ത്തിൽ കൊണ്ടുപോയിട്ട് എഴുതാൻ പോവാണ്. ഇവിടെ നമ്മൾ എന്താണ്? എല്ലാ വാളും ഇവിടെ ഒറ്റ വാളായിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫുൾ ലെങ്ത് എടുത്തത്. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതി? 1 എഴുതാൻ പോവാണ്. ലെങ്ത് എത്ര കിട്ടിയത്? ഇപ്പോൾ നമുക്ക് 44.8 മീറ്റേഴ്സ് എന്നുള്ള വാല്യൂ കിട്ടി. ഇനി ബ്രെഡത്ത് എത്രയാണ്? ബ്രെഡത്ത് എന്നുള്ളത് എത്ര ബ്രെഡത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ എക്സ്കവേറ്റ് ചെയ്യാൻ പോകുന്നത്? 1 മീറ്റർ അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ 1 മീറ്റർ നിർത്തത്. അപ്പോൾ ഈ സെയിം വാല്യൂ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. സോ ബ്രെഡത്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. നെക്സ്റ്റ് ഹൈറ്റ് നമ്മൾ എത്ര കൊടുക്കേണ്ടത്? എത്ര ഹൈറ്റിലാണ് നമ്മൾ ഫൗണ്ടേഷൻ എക്സ്കവേറ്റ് ചെയ്യാൻ പോണത്? എത്ര ഹൈറ്റിലാണ് ചെയ്യാൻ പോണത്? ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് ഇത്രയും താഴ്ചയിലാണ് എന്ത് ചെയ്യണത്? നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാൻ പോണത് അല്ലേ? ഇത്രയും താഴ്ചയിൽ വിച്ച് മീൻസ് 0.6 മീറ്റേഴ്സ് പ്ലസ് 0.2 മീറ്റർ. അപ്പോൾ എത്ര വരും നമുക്ക്? ഇത്രയും വാല്യൂ 0.8 മീറ്റേഴ്സ് എന്ന് വരും. ഞാനിവിടെ റിമാർക്കിൽ അത് എഴുതാൻ പോവാണ്. height is equal to 0.6 plus 0.2 meters which is equal to 0.8 meters. 0.8 meters. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ക്വാണ്ടിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 വാല്യൂസും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി കിട്ടും. സോ 44.8 ഇൻറ്റു 1 ഇൻറ്റു 0.8 വിച്ച് ഈസ് ഈക്വൽ ടു 35.84 എന്ന് ആൻസർ കിട്ടും നമുക്ക്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? ലെങ്ത്ത് മീറ്ററിൽ, ബ്രെഡ്ത്ത് മീറ്ററിൽ, ഹൈറ്റ് മീറ്ററിൽ. സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എത്ര വരും? ഇത് മീറ്റർ, ഇത് മീറ്റർ, ഇത് മീറ്റർ. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? മീറ്റർ ക്യൂബിലാണ് നമുക്ക് എന്ത് കിട്ടുക? ക്വാണ്ടിറ്റി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഈ പ്ലാനിൽ നമുക്ക് മറ്റെന്തെങ്കിലും എക്സ്കവേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലൊരു കൺസ്ട്രക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇല്ല അല്ലേ? ഫൗണ്ടേഷൻ മാത്രമല്ല നമുക്ക് ട്രഞ്ച് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഫിഗർ പ്രകാരം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ ഡയറക്റ്റ് ചെയ്യാണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്ത് എഴുതാൻ പോവാണ്. 35.84 മീറ്റർ ക്യൂബ്സ്. സോ ഇതാണ് എന്ത്? ഇത്രയും മീറ്റർ ക്യൂബ്സ് 35.84 മീറ്റർ ക്യൂബ് എന്ത് ചെയ്യണം? നമ്മൾ മണ്ണ് എക്സ്കവേറ്റ് ചെയ്തിട്ട് ഒഴിവാക്കണം. നമ്മൾ ഇതുപോലുള്ളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. സോ അത്ര ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആക്ച്വൽ സെൻട്രൽ ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് മറക്കാതിരിക്കുക. അത് നമ്മളെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ടി ജംഗ്ഷൻസ് വരുമ്പോൾ b/2 ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. ബി എന്താണ്, ഏതാണോ നമ്മൾ കാണാൻ പോണത് അതിൻ്റെ ബി. ഇനി ബാക്കിയുള്ള മുകളിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബി മാറി എടുക്കും നമ്മൾ ഓരോ കേസുകളിലും ഡിസ്ക്രിപ്ഷൻ മാറുമ്പോൾ. ഇനിയുള്ള ക്വാണ്ടിറ്റീസൊക്കെ നമുക്ക് അടുത്ത വീഡിയോസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഡൗട്ടോ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.